അടുത്ത് ഇനി ഒരു ലീലയും കൂടെ പറയാം. ജഗന്നാഥ് ബലദേവ് സുഭദ്ര ആരാണ്? ജഗന്നാഥ് കൃഷ്ണൻ, ബലദേവൻ, സുഭദ്ര കൃഷ്ണൻ്റെ അനിയത്തിയായിട്ടുള്ള സുഭദ്ര. ഇപ്പോൾ സാധാരണ നമ്മൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ എന്നൊക്കെ പറഞ്ഞാൽ കൃഷ്ണൻ എന്ന് വെച്ചാൽ കയ്യിൽ ഇങ്ങനെ കുഴലും വെച്ചോണ്ട് ഓടക്കുഴലും നീല കളറിൽ മഞ്ഞ പീതാംബരം കൊടുത്തിട്ട് ഒരു പശുവിൻ്റെ കൂടെ നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ കൃഷ്ണനെ കാണുക. ബലറാമനും അതേമാതിരി അങ്ങനെയായിരിക്കും കാണുക. പക്ഷേ ഇവിടെ നമ്മൾ ജഗന്നാഥിൻ്റെ രൂപം എങ്ങനെയുള്ളത്? വലിയ വലിയ കണ്ണും മുട്ട കണ്ണുകളും കറുത്ത നിറത്തിലും 2 കൈ ഇങ്ങനെ വെച്ചിട്ടും ജഗന്നാഥ്. നമുക്കതുവരെ നമ്മൾ സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഒരു അറിയാത്ത ഒരു രൂപമാണ് ജഗന്നാഥിൻ്റെയും ബലദേവിൻ്റെയും രൂപം. അപ്പോൾ ഈ സാധാരണക്കാരെ വിചാരിച്ചാൽ നമ്മൾ വേറെ ഈ എന്താ പറയുക ചില കുട്ടിച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ് വേറെ പൂജകളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടാൽ അവിടെയൊക്കെ ഇങ്ങനത്തെ രൂപങ്ങൾ കാണാം. മംഗലാപുരം ആ സൈഡിലൊക്കെ പോയാൽ. അപ്പോൾ ഈ ജഗന്നാഥിൻ്റെ രൂപം നമ്മൾ സൗത്ത് ഇന്ത്യത്തെ ആൾക്കാർക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. അപ്പോൾ ഈ ജഗന്നാഥ് എങ്ങനെയാണ് ഈ രൂപം എടുത്തത്? അപ്പോൾ ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ കയ്യിൽ കുഴലും അങ്ങനെ നല്ല നമ്മളെപ്പോലെ കണ്ണും മൂക്കുള്ളൊക്കെ അങ്ങനത്തെ രൂപം വേണ്ടേ? അപ്പോൾ എങ്ങനെയാണ് ജഗന്നാഥിന് ഇങ്ങനെയുള്ള ഈ രൂപം വന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കഥ നമ്മളിപ്പോൾ പറയാം. എങ്ങനെയാണ് ജഗന്നാഥിന് ഈ രൂപം വന്നത്, ബലദേവന് എങ്ങനെ ഈ രൂപം വന്നത്, സുഭദ്ര എന്തുകൊണ്ടാണ് അവർ 3 പേരെയും വെച്ച് നമ്മൾ പൂജിക്കുന്നത്? എന്താ വെച്ചാൽ ലോകത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഏറ്റവും കൂടുതൽ പൂജ ചെയ്യപ്പെടുന്ന ഭഗവാനാണ് ജഗന്നാഥ്. ലോകത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്ക, ലണ്ടൻ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലും വർഷത്തിൽ എത്രയോ ആയിരക്കണക്കിന് രഥയാത്രകൾ നടക്കുന്നുണ്ട് ജഗന്നാഥിന്. ജഗത്തിൻ്റെ നാഥനാണ് ജഗന്നാഥ്. അപ്പോൾ അങ്ങനെയുള്ള ജഗന്നാഥിനെ നമ്മൾ മാത്രം അറിയാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആ ജഗന്നാഥ് എങ്ങനെയാണ് ഈ രൂപം എടുത്തത്, അതിൻ്റെ ബാക്കിലുള്ള കഥ എന്താണെന്നുള്ളത് നമ്മളിന്ന് കുറച്ച് ചർച്ച ചെയ്യാം. അപ്പം അതിനെക്കുറിച്ച്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലായിരിക്കുമല്ലോ എപ്പോഴും. കൃഷ്ണൻ വൃന്ദാവനത്തിൽ യശോദയുടെ മകൻ, നന്ദമഹാരാജൻ്റെ മകൻ ബലറാമൻ്റെ ഒപ്പം വൃന്ദാവനത്തിലായിരിക്കും. അപ്പോൾ വൃന്ദാവനത്തിൽ ഭഗവാന്റെ ലീലകൾ വളരെ മധുരമായ ദിവ്യമായ ലീലകളാണ് വൃന്ദാവനത്തിൽ. അപ്പോൾ കൃഷ്ണൻ വൃന്ദാവനത്തിൽ 10-12 വയസ്സ് വരെ വൃന്ദാവനത്തിലായിരുന്നു. വൃന്ദാവനം വിട്ട് കൃഷ്ണൻ പോയപ്പോൾ പിന്നെ മധുരയിൽ പോയി കംസനെയും മറ്റുള്ള അസുരന്മാരെയൊക്കെ കൊന്നിട്ട് പിന്നെ മധുരയിൽ നിന്ന് അങ്ങനെ ദ്വാരകയിലോട്ട് പോയി. ദ്വാരകയിൽ പോയിട്ട് അവിടെ വലിയ കൊട്ടാരത്തിൽ രാജാവായിട്ട് 16,108 ഭാര്യമാരുടെ കൂടെ അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോരോ കൊട്ടാരങ്ങളും അങ്ങനെ രാജാവായിട്ട് അങ്ങനെ ആയിരുന്നല്ലോ കൃഷ്ണൻ ദ്വാരകയിൽ. അപ്പോൾ ഈ ഭാഗവതത്തിലെ ലീലകളിലൊക്കെ പറയുന്നുണ്ട് ഭഗവാൻ കൃഷ്ണൻ പൂർണ്ണ അവതാരത്തിൽ, ഇതിൻ്റെ മുമ്പുള്ള അവതാരത്തിൽ രാമനായിട്ട് വന്നപ്പോൾ, രാമാവതാരത്തിൽ കൃഷ്ണൻ എപ്പോഴാണോ കാട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാമൻ്റെ ഒരു സൗന്ദര്യം, ആ രാമനെ കണ്ടപ്പോൾ അവിടെ കാട്ടിൽ കുറേ ആയിരക്കണക്കിന് മുനികൾ, ഭയങ്കര തപസ്വികളായിട്ടുള്ള ഋഷികൾ, ഭയങ്കര തപസ് ചെയ്ത് ഇങ്ങനെ യജ്ഞം ചെയ്ത് അങ്ങനെയൊക്കെ ഭയങ്കര ശക്തിയായിട്ടുള്ള ഋഷികളൊക്കെ എപ്പോഴാണോ അവരുടെ തപസ്സിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് രാമനെ കണ്ടപ്പോൾ, ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ അവർക്കൊക്കെ തോന്നിയത് അയ്യോ ഈ രാമനെ പോയി ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണം തോന്നിയത്. അത്ര സൗന്ദര്യം രാമന്. അപ്പോൾ അവരൊക്കെ വിചാരിച്ചു നീ രാമന് സേവ ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ട് എങ്ങനെയാണ് സേവ ചെയ്യാൻ പറ്റുക? അപ്പോൾ അവരൊക്കെ ഒരു കൂടി ഒന്നിച്ച് എല്ലാവരുടെ മനസ്സിൽ ഒരേ ആഗ്രഹം തോന്നി, ഇത്ര ഈ രാമനെ നമ്മൾ ഭർത്താവായി കിട്ടിയിട്ട് നമ്മൾ രാമൻ്റെ ഒരു ഭാര്യയാണെങ്കിൽ നമുക്ക് രാമന് എത്ര സേവ ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ചു കൂടി രാമൻ്റെ അടുത്ത് ചോദിച്ചു എന്ന്, ഭഗവാനെ ഞങ്ങൾക്കൊക്കെ നിങ്ങളെ പത്നിയായിട്ട് ഭാര്യയായിട്ട് വരാനുള്ള ഒരു ഭാഗ്യം തരണേ പറഞ്ഞു ചോദിക്കുന്നു. അപ്പോൾ രാമൻ പറയുന്നത് ഞാൻ ഈ അവതാരത്തിൽ ഏകപത്നി വ്രതം, സീത മാത്രമേ ഉള്ളൂ എനിക്ക് ഭാര്യയായിട്ട്, പക്ഷേ ഞാൻ അടുത്തൊരിതിൽ കൃഷ്ണനായിട്ട് വരാൻ സമയത്ത് അപ്പം നിങ്ങളൊക്കെ ഈ ഋഷികളും മുനികളൊക്കെ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് വർഷാന്തം കൊണ്ട് തപസ് ചെയ്ത ഈ ഋഷികളും മുനികളൊക്കെയാണ് ഭഗവാന് പ്രേമത്തിൽ സ്നേഹത്തോടെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോപികളായിട്ടും ദ്വാരകയിലുള്ള കൃഷ്ണൻ്റെ ഭാര്യമാരായിട്ടും അങ്ങനെയൊക്കെ അവതാരം എടുത്ത് വരികയാണ്. അപ്പോൾ അവരാരും സാധാരണക്കാരല്ല, ഗോപികളോ ഭഗവാന്റെ ഭാര്യമാർ അവരാരും സാധാരണക്കാരല്ല, അവർ തപസ് ചെയ്ത ഋഷികളും മുനികളൊക്കെയാണ് അവർ. അപ്പോൾ ഈ ദ്വാരകയിൽ കൃഷ്ണൻ 16,108 ഗോപികളല്ല ഭാര്യമാരോട് കൂടെ അവിടെ വാസം ചെയ്യാണ്. പക്ഷേ കൃഷ്ണൻ അവിടെ ദ്വാരകയിൽ രാജാവനുമാരി സ്വർണത്തിൻ്റെ കിരീടവും
എപ്പോഴും സൈന്യവും കൊട്ടാരവും അങ്ങനെയൊക്കെയാണ് ദ്വാരകയിൽ. പക്ഷേ കൃഷ്ണൻ വൃന്ദാവനത്തിലോ സാധാരണ ഒരു പശുക്കളെ മേച്ച് നടക്കുന്ന ഒരു ഗോപപാലൻ, ഏറ്റവും സുന്ദരനായിട്ടുള്ളൊരു ഗോപപാലൻ, തൻ്റെ ഫ്രണ്ട്സുകൾക്ക് വളരെ പ്രാണമായിട്ടുള്ള ഗോപപാലൻ, ഗോപികൾക്ക് വളരെ പ്രാണമായ ഗോപപാലൻ, യശോദയ്ക്കും നന്ദമഹാരാജനും തൻ്റെ സ്വന്തം പ്രേമമായ മകൻ. അങ്ങനെയാണ് കൃഷ്ണൻ വൃന്ദാവനത്തിൽ. അവിടെ കൃഷ്ണൻ ചെരുപ്പിടില്ല, സാധാരണ ഒരു പശുക്കളെ മേയ്ക്കുന്നൊരു ഗോപാലൻ. അപ്പോൾ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം ചിന്താമണി പ്രകര സദ്മഷു കൽപ്പവൃക്ഷ ലക്ഷാവൃതേഷു സുരഭീർ അഭിപാലയന്തം. ബ്രഹ്മസംഹിത എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ തൻ്റെ എല്ലാത്തിനേക്കാളും ഉയർന്ന ധാമം ഗോലോക നാംനി നിജതാംനി തലേജ തസ്യ, എല്ലാത്തിനേക്കാളും ഉയർന്ന ധാമമാണ് ഗോലോകം എന്നാണ് പറയുക. വൈകുണ്ഠലോകങ്ങൾ കുറേ ഉണ്ട്. ആ വൈകുണ്ഠലോകത്തിൽ എല്ലാത്തിനും ഉയർന്ന സ്ഥലമാണ് ഗോലോകം എന്ന് പറയുക. അവിടെ ഭഗവാൻ അവിടെ എന്താ ചെയ്യണത്? സിമ്പിളായിട്ട് സുരഭി പശുക്കൾ ലക്ഷാവൃതേഷു സുരഭീർ അഭിപാലയന്തം. സുരഭി എന്ന് പറയുന്ന കാമധേനു പശുക്കളെ മേച്ച് നടക്കുകയാണത്ര അവിടെ കൃഷ്ണൻ. പശുക്കളെ മേച്ച് ലക്ഷ്മി സഹസ്ര സത സംഭ്രമ സേവ്യമാനം. അവിടെ ആയിരക്കണക്കിന് ലക്ഷ്മികളാണത്ര, സഹസ്രശതം ആയിരക്കണക്കിന് ലക്ഷ്മികളാണ് അവിടെ ഭഗവാന് സേവ ചെയ്യാനെന്ന്. ചിന്താമണി, അവിടുത്തെ കല്ലുകളൊക്കെ എങ്ങനെയായിരിക്കും അത്ര? ചിന്താമണി കല്ലുകൾ, നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന കല്ലുകളും കൽപ്പവൃക്ഷങ്ങളും അങ്ങനെയൊക്കെയുള്ള ഗോലോകം എന്നുള്ള ഭഗവാന്റെ ആ ധാമത്തിൽ ഭഗവാൻ സാധാരണ ഒരു ഗോപപാലനായിട്ട് പശുക്കളെ മേച്ച് അവിടെ ഭഗവാൻ സന്തോഷമായിട്ടിരിക്കുകയാണ് അത്ര ഭഗവാൻ കൃഷ്ണൻ. ഒരിക്കൽ ഈ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഒരാൾ, വലിയൊരു ശാസ്ത്രജ്ഞ, ഒരു സയൻറ്റിസ്റ്റ് വന്നു എന്ന്. അയാൾ ഇന്ത്യയിൽ വന്നിട്ട് വേറെ വേറെ മതങ്ങളും വേറെ വേറെ ഇതൊക്കെ ഇങ്ങനെ ടെസ്റ്റിങ് ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ കുറേ സ്ഥലത്ത് അയാൾ ശിവൻ്റെ ഫോട്ടോ കണ്ടു. അപ്പോൾ ശിവൻ ഇങ്ങനെ കയ്യിലൊരു തൃശൂലം പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഫോട്ടോ കണ്ടു. കുറേ സ്ഥലത്ത് വന്നപ്പോൾ അവർ ഇതാണ് നമ്മളെ സുബ്രഹ്മണ്യ സ്വാമി, മുരുകൻ, കാർത്തികേയൻ കയ്യിൽ വേലും പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് വേറെ വേറെ കാളി ദുർഗാദേവിയെ കണ്ടു, കയ്യിൽ കുറേ ആയുധങ്ങളൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെല്ലാം നോക്കിയിട്ട് അവസാനം കൃഷ്ണനെ കണ്ടു, കൃഷ്ണൻ്റെ ഫോട്ടോ. അപ്പോൾ കൃഷ്ണനെ കാണുമ്പോൾ കൃഷ്ണൻ എന്താ ഒരു പശുവിൻ്റെ കൂടെ ഇങ്ങനെ സുന്ദരമായിട്ട് ഇങ്ങനെ പുല്ലാങ്കുഴൽ വേണും വായിച്ചിങ്ങനെ നിൽക്കുകയാണെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു എന്ന്, ഇതാണ് പൂർണ്ണ പുരുഷോത്തമനായ ഭഗവാൻ കൃഷ്ണൻ. എന്താ വെച്ചാൽ മറ്റുള്ള എല്ലാ വിഗ്രഹങ്ങളും ഫോട്ടോ ദേവി ദേവന്മാരൊക്കെ കാണുമ്പോൾ അവരൊക്കെ എന്തെങ്കിലും ഒരു പണി ചെയ്യണ മാതിരിയാണ്. കയ്യിലൊരു തൃശൂലോ അല്ലെങ്കിൽ കയ്യിലൊരു ഷൂലോ എന്തെങ്കിലും ഒരു ചക്രമോ എന്തെങ്കിലും കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങളൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ മാതിരി തോന്നും. പക്ഷേ കൃഷ്ണനാണെങ്കിൽ ഒന്നും ചെയ്യാനൊന്നുമില്ല, വെറുതെ കയ്യിൽ കുഴലും വെച്ചുകൊണ്ട് എൻജോയ് ചെയ്യാണ്. അതുകൊണ്ട് ഈ കൃഷ്ണനാണ് ഒരു സുപ്രീം ലോർഡ്, എല്ലാത്തിനേക്കാളും ടോപ്പായിട്ടുള്ള ഭഗവാൻ എന്നൊരു സയൻറ്റിസ്റ്റ്. അയാൾ സാധാരണക്കാരന് അയാൾക്ക് ഇത്രയും മനസ്സിലായി. അപ്പോൾ ഭഗവാന് നതസ്യ കാര്യം കരണം ച വിദ്യത്തെ, ഭഗവാന് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, വെറും എൻജോയ് തന്നെയുള്ളൂ ഭഗവാന്. സോ ഭഗവാൻ പ്രേമം കൊണ്ട് സ്നേഹം കൊണ്ട് ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ വേറെ വേറെ അവതാരങ്ങളെടുത്ത് ഭൂമിയിലോട്ട് വരികയാണ് കൃഷ്ണൻ. നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വേറെ വേറെ അവതാരങ്ങൾ ശംഖും ചക്രമൊക്കെ പിടിച്ചുകൊണ്ട് വരിക. അല്ലെങ്കിൽ ഗോലോകത്തിൽ അവിടെ കൃഷ്ണൻ ഹാപ്പി ആയിട്ട് പശുക്കളെ മേച്ച് യമുനാ നദിയും ഗോപപാലന്മാരോടെ കളിച്ചുകൊണ്ട് ഹാപ്പി ആയിരിക്കുകയാണ് കൃഷ്ണൻ വൃന്ദാവനത്തിൽ. പക്ഷേ ആ വൃന്ദാവനത്തിലുള്ള കൃഷ്ണൻ വൃന്ദാവനം വിട്ട് ദ്വാരകയിൽ വന്നപ്പോൾ, 10 വയസ്സ് വരെ വൃന്ദാവനത്തിലായിരുന്നല്ലോ, അത് കഴിഞ്ഞ് കൃഷ്ണൻ ദ്വാരകയിലോട്ട് വന്നപ്പോൾ ദ്വാരകയിൽ അവിടെ 16,108 ഭാര്യമാരും കൊട്ടാരവും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അവിടെ എന്ത് ചെയ്യും, കൃഷ്ണൻ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ എഴുച്ചിരിക്കുമ്പോഴൊക്കെ എല്ലാ ഉറക്കത്തിലും ഈ ഗോപിക അവിടെയുള്ള കൃഷ്ണൻ്റെ ഭാര്യമാർ രുക്മിണി, സത്യഭാമ, ജാമ്പവതി, കാളിന്തി ഇവരെല്ലാവരും ഉണ്ട്. ഇവരൊക്കെ അവർക്ക് നിറയെ സേവകൾ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കൃഷ്ണന് ഇത്രയും സേവകളൊക്കെ ചെയ്ത് അവിടെ എത്രയോ അവർ ഓരോ റാണികൾക്കും എത്രയോ സേവ ചെയ്യാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഇത്രയും സേവ ചെയ്യുമ്പോഴും കൃഷ്ണൻ രാത്രി ഉറങ്ങിക്കഴിയുമ്പോൾ രാത്രി ഉറക്കത്തിൽ ഹേ രാധേ, ഹേ മധുമംഗൾ, ഹേ വൃന്ദാവൻ, അങ്ങനെ ഉറക്കത്തിലൊക്കെ ഈ വൃന്ദാവനത്തിലുള്ള ഓർമ്മയിലാണ് അത്ര കൃഷ്ണൻ രാധയെന്ന് വിളിക്കുന്ന. ഇടയ്ക്ക് കൃഷ്ണൻ തൻ്റെ ഫ്രണ്ട്സുകളായുള്ള ഗോപപാലന്മാരെയൊക്കെ ഉറക്കത്തിൽ വിളിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ യമുനാ നദിയും കൃഷ്ണൻ്റെ പശുക്കളെയും ഇതൊക്കെ ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ വിളിച്ച് പറയുന്നു കൃഷ്ണൻ. അപ്പോൾ അവരെ ഭാര്യമാരൊക്കെ വിചാരിക്കും, ഇതെന്താണ് കൃഷ്ണൻ, നമ്മൾ എത്ര സ്നേഹത്തോടെ ഇത്രയും സേവ ചെയ്തിട്ടും കൃഷ്ണൻ്റെ മനസ്സ് മുഴുവൻ എപ്പോഴും വൃന്ദാവനത്തിലാണ്. ആ വൃന്ദാവനത്തിൽ അപ്പോൾ അത്രയ്ക്കൊരു
കൃഷ്ണന് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ വൃന്ദാവനത്തിൽ എന്താണ് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി എന്താ ഉള്ളത്, അങ്ങനെ വിചാരിച്ചിട്ട് ആ വൃന്ദാവനത്തിലുള്ള ഒരാൾ അവിടെ ഉണ്ട് അവരെ കൂടെ. അതാരാണ്? നമ്മളെ രോഹിണി. രോഹിണി പറഞ്ഞാൽ ബലദേവൻ്റെ അമ്മ. വസുദേവർക്ക് 2 ഭാര്യ, ഒന്ന് രോഹിണി, ഒന്ന് ദേവകി. അപ്പോൾ ഈ രോഹിണി ദേവിയുടെ മകനായിട്ടാണ് ബൽദേവൻ ജനിക്കുന്നത്. ബൽദേവനും കൃഷ്ണനും കൂടെ ആ കംസൻ്റെ ശല്യം സഹിക്കാതെ അവർ വൃന്ദാവനത്തിലായിരുന്നു. അപ്പോൾ ആ രോഹിണി ദേവിയും വൃന്ദാവനത്തിലായിരുന്നു. അപ്പോൾ കൃഷ്ണൻ ചെറുപ്പത്തിലുള്ള ഈ ദിവ്യമായ ലീലകളൊക്കെ ഈ രോഹിണി ദേവിയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ 16,108 ഈ ഭാര്യമാരൊക്കെ ചേർന്ന് രോഹിണിയോട് ചോദിക്കും, രോഹിണി ദേവി നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ, എങ്ങനെയാണ് കൃഷ്ണൻ്റെ വൃന്ദാവനത്തിൽ അവിടെ എന്തൊക്കെയാണ് കൃഷ്ണൻ ചെയ്യാറ്, കൃഷ്ണൻ്റെ ബാല്യലീലകൾ, ആ കുട്ടിക്കാലത്ത് കൃഷ്ണൻ്റെ ലീലകളൊക്കെ എന്താ ചെയ്യാറ്, ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് കേൾക്കാനുണ്ടെങ്കിൽ ഒരു ഭാഗ്യമുണ്ടോ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ പറഞ്ഞിട്ട് ആ എല്ലാ സ്ത്രീകളും ഒന്നിച്ച് ചേർന്നിരുന്ന് കൃഷ്ണൻ്റെ കഥ കേൾക്കണമെന്ന് ചോദിക്കും. അപ്പോൾ രോഹിണി ദേവി പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, എപ്പോഴാണോ കൃഷ്ണനും ബലറാമനും 2 പേരും ഇവിടെ ഇല്ലാതിരിക്കുക, അവർ പുറത്ത് പോണ സമയത്ത് അപ്പം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഈ കഥ പറയാം. കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് പുറത്ത് പോയിട്ട് പശുക്കളൊക്കെ കെട്ടിയിരിക്കുന്ന തൊഴുത്തുണ്ടല്ലോ, ഗോശാല എന്ന് പറയും, അവിടെ ഇരുന്ന് സീക്രട്ടായിട്ട് നമുക്ക് പറയാൻ പറയും. ശരിയെന്ന് പറഞ്ഞ് ഇവരൊക്കെ സമയം കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കൃഷ്ണനും ബലറാമനും എന്തോ കാര്യത്തിന് വേണ്ടി പുറത്ത് പോയി. എന്താ വെച്ചാൽ കൃഷ്ണനും ബലറാമനും ഉള്ളപ്പോൾ വൃന്ദാവനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് കരച്ചിൽ വരും, ഉടനെ വൃന്ദാവനത്തിൽ പോകണം തോന്നും കൃഷ്ണന്. അപ്പോൾ കൃഷ്ണന് ദ്വാരകയോ മറ്റുള്ള ഏത് സ്ഥലവും കൃഷ്ണന് ഇഷ്ടമല്ല, കൃഷ്ണന് ഇഷ്ടമുള്ളത് വൃന്ദാവനം തന്നെയാണ്. അപ്പോൾ ആ കൃഷ്ണനും ബലറാമനും ആ വൃന്ദാവനത്തിന് ഓർമ്മ അറിയാതിരിക്കണം പറഞ്ഞിട്ട് ഈ എല്ലാ ഭാര്യമാരും 16,108 ഭാര്യമാരും രോഹിണി ദേവിയും എല്ലാവരും ചേർന്നിരുന്ന് ഒരു തൊഴുത്ത് ഗോശാലയിൽ ഇരുന്നിട്ട് ഈ കൃഷ്ണൻ്റെ ദിവ്യലീലകൾ പറയാൻ തുടങ്ങി. ശരി, അപ്പോൾ അതിന് പെട്ടെന്ന് കൃഷ്ണനും ബലറാമനും അകത്തോട്ട് കയറി വന്നാൽ എന്താ ചെയ്യുക, അതിന് സെക്യൂരിറ്റി ആയിട്ട് ആരെങ്കിലും നിർത്തണ്ടേ. അപ്പോൾ വിചാരിച്ചു ആരെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് ആരെങ്കിലും നിർത്തിയാൽ കൃഷ്ണ ബലറാമൻ വന്ന് അവരോട് മാറിക്കൊടുക്കാൻ പറഞ്ഞാൽ അവർ മാറിക്കൊടുക്കും. അപ്പോൾ നമുക്ക് വേറെ ആരെങ്കിലും വെക്കണം. അപ്പോൾ വിചാരിച്ചു കൃഷ്ണൻ്റെ അനിയത്തിയായിട്ടുള്ള സുഭദ്ര, അവൾ നല്ല മിടുക്കിയാണ്, ആ സുഭദ്രയെ നമ്മളിവിടെ നിൽക്കാൻ പറഞ്ഞാൽ മതി. സുഭദ്ര പറഞ്ഞാൽ കൃഷ്ണൻ പിന്നെ അകത്തൊന്നും മുമ്പിൽ കയറി വരില്ല. അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ വാതിൽക്കൽ സുഭദ്ര ഇങ്ങനെ 2 കൈ ഇങ്ങനെ വെച്ചിട്ട് സുഭദ്ര കാത്തു നിൽക്കുകയാണെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ, രഥയാത്രയിൽ സുഭദ്ര നടുക്ക നിൽക്കണ്ടാവും. അപ്പോൾ സുഭദ്ര നടുക്ക്, കൃഷ്ണൻ്റെ അനിയത്തിയായിട്ടുള്ള സുഭദ്ര നടുക്ക ഇങ്ങനെ വാതിലിൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എല്ലാവരും ചേർന്നിരുന്ന് ഈ രോഹിണി ദേവി കൃഷ്ണൻ്റെ വൃന്ദാവനത്തെ ലീലകളൊക്കെ പറയുകയാണെന്ന്. അപ്പോൾ ഈ മറ്റുള്ള ഭാര്യമാരൊക്കെ ഇരുന്ന് കൃഷ്ണൻ്റെ ലീല കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ലീല ഇങ്ങനെ അവർ പറയാണ് വൃന്ദാവനത്തിൽ. ഓഹോ, കൃഷ്ണൻ എന്ത് രസമായിരിക്കുമെന്നറിയോ, കൃഷ്ണൻ ചെറിയ കുട്ടിക്കാലത്തിൽ കൃഷ്ണൻ ഇങ്ങനെ ആദ്യം വെണ്ണ കട്ട് തിന്നുന്ന ലീല. ഒരു ദിവസം കൃഷ്ണൻ ഇങ്ങനെ കാലിലിങ്ങനെ ഒരു എന്താ പറയുക കൊലുസോ, കാലിലൊരു പാദസരം അതിട്ടിട്ട് ഇങ്ങനെ കൃഷ്ണൻ ഇങ്ങനെ ഇഴഞ്ഞിങ്ങനെ 4 കാലിൽ ഇഴഞ്ഞ് വരികയാണ്. കിട്ടിങ് കാലിലിങ്ങനെ കൃഷ്ണൻ്റെ കാലിങ്ങനെ ഇഴയുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണന് ചെറിയ കുട്ടി കൃഷ്ണനായതുകൊണ്ട് കൃഷ്ണൻ അറിയുന്നില്ല എവിടെ നിന്നാണ് കിട്ടി എന്നുള്ള സൗണ്ട് കേൾക്കുന്നത്, കൃഷ്ണൻ്റെ കാലിൽ നിന്നുള്ള പാദസരത്തിലാണ് കേൾക്കുന്നതെന്ന് അറിയുന്നില്ല കൃഷ്ണന്. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ അടുത്ത് പോകുമ്പോൾ വലിയൊരു സ്തംഭം, നന്ദമഹാരാജിൻ്റെ വീട്ടിൽ നിറയെ കല്ലിൻ്റെ തൂണുകളൊക്കെ ഉണ്ടെന്ന്. ആ തൂണുകളൊക്കെ എന്തുകൊണ്ടായിരിക്കും അത്ര വേറെ തിളങ്ങുന്ന ഓരോരോ കല്ലുകളുകൊണ്ടുള്ള തൂണുകളൊക്കെയാണ്. അപ്പോൾ ആ തൂണിൽ ഇങ്ങനെ കൃഷ്ണൻ നോക്കുമ്പോൾ കൃഷ്ണൻ്റെ അതുപോലത്തെ ഒരു പ്രതിബിംബം, അതുപോലത്തെ ഒരു രൂപം ആ കല്ലിൻ്റെ തൂണിൽ കാണുന്നുണ്ടെന്ന്. അപ്പോൾ കൃഷ്ണൻ്റെ കുട്ടി കൃഷ്ണൻ്റെ വിചാരം അതിൽ കണ്ടിട്ട് ആ കൃഷ്ണൻ്റെ ആ കല്ലിൻ്റെ ഉള്ളിൽ കാണുക, അതിൽ ആ ബിംബത്തിൽ നിന്നാണ് ഈ പാദസരത്തിൻ്റെ സൗണ്ട് വരുന്നതെന്ന് വിചാരിച്ച് കൃഷ്ണൻ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ കല്ലിനിങ്ങനെ നോക്കുന്നു, ആ തൂണിനിങ്ങനെ നോക്കുകയാണെന്ന് കൃഷ്ണൻ. നോക്കിയിട്ട് കുറച്ചും കൂടെ പുറകിലോട്ട് വരും പേടിച്ചിട്ട്, ചെറിയ കുട്ടിയല്ലേ, പേടിച്ച് പുറകിലോട്ട് വരുമ്പോൾ വീണ്ടും കിട്ടി സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടിങ്ങനെ ആ തൂണിനിങ്ങനെ നോക്കുമ്പോൾ ആ തൂണിലുള്ള ബിംബം, ആ കണ്ണാടിക്കകത്തുള്ള ആ ബിംബം കൃഷ്ണൻ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നോക്കും. കൃഷ്ണൻ അങ്ങനെ പേടിച്ച് പിന്നെയും പേടിച്ച് പുറകോട്ട് പോകുന്നു. പിന്നെയും ഇങ്ങനെ ഉറച്ച് നോക്കുമ്പോൾ ആ കൃഷ്ണൻ ഓരോ ദേശത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പേടിച്ച് ഈ ചെറിയ കുട്ടി കൃഷ്ണൻ ഓടിച്ചിങ്ങനെ തവഴ്ന്നിങ്ങനെ മുമ്പോട്ട് പോയിട്ട് അവിടെയാണ് ഒരു വെണ്ണ ചട്ടി കാണുന്നത്. ആ വെണ്ണ ചട്ടിക്കകത്ത് കണ്ടപ്പോൾ കൃഷ്ണൻ ഈ വെണ്ണ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. കുട്ടി കൃഷ്ണൻ ആദ്യമായിട്ട് വെണ്ണ കട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കയ്യിലിങ്ങനെ നല്ല ചുവന്ന വളകൾ, കൃഷ്ണൻ്റെ അമ്മ യശോദ ഇങ്ങനെ ഇട്ട് കൊടുത്ത ചുവന്ന വളകളൊക്കെ ഉണ്ട്. അങ്ങനെ നടന്ന് ഇഴഞ്ഞിങ്ങനെ പോയിട്ട് ആ വെണ്ണ ചട്ടിക്കകത്ത് കൈയിട്ടു. അപ്പോൾ വെണ്ണച്ചട്ടിക്കകത്ത് കൈയിടാൻ നേരത്തെ ഇങ്ങനെ 2 സൈഡിൽ നോക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ, അമ്മ ഉണ്ടെങ്കിൽ ഉണ്ടോ, ആരും കാണുമോ പറഞ്ഞിട്ട് ഇങ്ങനെ 2 ഭാഗത്ത് ഇങ്ങനെ നോക്കുകയാണെന്ന്. നോക്കുമ്പോൾ ആരുമില്ല. ശരി, ആരുമില്ല എന്ന് കണ്ടപ്പോൾ പതുക്കെ പോയി കൈയെടുത്ത വെണ്ണച്ചട്ടിക്കകത്ത് ഇട്ടുവന്ന് ഇട്ടിങ്ങനെ തിന്നാൻ നോക്കിയ സമയത്ത് കൈ ഇങ്ങനെ ഇട്ടു,
ആ സമയത്ത് യശോദ ഉണ്ട്, ഉള്ളിൽ നിന്ന് ആ റൂമിൽ കയറി വരുന്നുണ്ട് യശോദ. അമ്മ കയറി വന്നു. യശോദയെ കണ്ടപ്പോൾ കൃഷ്ണൻ വേഗം കൈയെടുത്തു. കനയ്യ. കൃഷ്ണനെ വൃന്ദാവനത്തിൽ കനയ്യ എന്ന് വിളിക്കുക കൃഷ്ണന്. കനയ്യ എന്ന് വെച്ചാൽ കൃഷ്ണ, കണ്ണ എന്ന് വിളിക്കില്ല. കണ്ണ എന്നുള്ളതിൻ്റെ ഒരു വേർഡാണ് കനയ്യ എന്ന്. കണ്ണ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും യശോദ. ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയും, അത് ഞാൻ നീ ഇങ്ങനെ എനിക്ക് ഇട്ട് തന്നില്ലേ, ഈ ചുവന്ന വള എനിക്ക് ഇട്ട് തന്നില്ലേ, ആ വള ഇങ്ങനെ ഭയങ്കര തിളങ്ങുന്നതുകൊണ്ട് ആ തിളങ്ങും കൊണ്ട് കൈയൊക്കെ ഇങ്ങനെ ഭയങ്കര ചൂടാകാണ്. അപ്പോൾ ഈ കൈയിൻ്റെ ചൂട് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ഈ വെണ്ണ ചട്ടിയിൽ ഇങ്ങനെ കൈയിട്ട് വെച്ചിരിക്കുകയാണ് പറഞ്ഞത് കൃഷ്ണൻ. അങ്ങനെ പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് രക്ഷപ്പെടും കൃഷ്ണൻ. പിന്നെ ഒരു ദിവസം കൃഷ്ണൻ എന്ത് ചെയ്യും, വൃന്ദാവനത്തിൽ ഇങ്ങനെ ഭക്തന്മാരെ ഇങ്ങനെ വേറെ വേറെ ദിവ്യമായ ലീലകൾ ചെയ്ത് ഇതി ദൃക്സ്വ ലീലാബിർ ആനന്ദ കുണ്ടേ, ആനന്ദത്തിൻ്റെ ഒരു സാഗരത്തിൽ മുഴുകും, എല്ലാവരെയും മുഴുകാൻ വയ്ക്കുന്നു കൃഷ്ണൻ. പിന്നെ ഒരു ദിവസം കൃഷ്ണൻ അങ്ങനെ വെണ്ണ കട്ടി തന്നിട്ടേ അങ്ങനെ അടുത്തുള്ള വീട്ടിൽ പോകും. അടുത്തുള്ള വീട്ടിൽ പോയിട്ട് അവരെ വീട്ടിൽ, അപ്പോൾ കുറച്ചുകൂടെ വലുതായി കൃഷ്ണൻ, അവരെ വീട്ടിൽ പോയിട്ട് അവിടെ ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് അവരെ വീട്ടിലിങ്ങനെ വെണ്ണച്ചട്ടിയിൽ കൈയിട്ട് ഇങ്ങനെ വെണ്ണ എടുത്ത് തിന്നുകയാണ്. വെണ്ണ തിന്നാൻ നോക്കുമ്പോൾ അപ്പോൾ ആ വീട്ടിലത്തെ ഒരു ഗോപി അത് കണ്ടു, കൃഷ്ണനെ കണ്ടു. കൃഷ്ണ എന്താ ചെയ്യണമെന്ന് ചോദിക്കും. ഇല്ല, ഞങ്ങളെ വീട്ടിൽ നീ എന്താ ചെയ്യണമെന്ന് ചോദിക്കും ആ ഗോപി. അപ്പോൾ ഇത് നിങ്ങളെ വീടാണോ? കൃഷ്ണൻ ഇങ്ങനെ മേലോട്ട് നോക്കി വീട്ടിലേക്ക് നോക്കി, ഇത് നിങ്ങളെ വീടാണോ? ഇത് കണ്ടിട്ട് ഞങ്ങളെ വീട് മാതിരി ഉണ്ടല്ലോ, അങ്ങനെ പറയും കൃഷ്ണന്. അപ്പോൾ ആ ഗോപി ചോദിക്കും, വാതിൽ തുറന്നാൽ ഒക്കെ നിങ്ങളെ വീടാകുമോ? വാതിൽ തുറന്നിട്ടിട്ടിരിക്കുക പറഞ്ഞാൽ എല്ലാം നിങ്ങളെ വീടായി മാറുമോ എന്ന് ചോദിക്കും. അല്ല, ഇത് ഞങ്ങളെ വീട് മാതിരി തന്നെ ഉണ്ട്, അങ്ങനെ പറയും കൃഷ്ണൻ. അപ്പോൾ അപ്പോൾ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. അത് ഞാനിവിടെ വന്നപ്പോൾ ഈ വെണ്ണയ്ക്കകത്ത് കുറേ എറുമ്പുണ്ട്, അപ്പോൾ ആ എറുമ്പിനെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. ആ എറുമ്പിനൊക്കെ എടുത്ത് കളയാണ് ഞാൻ പറയും. എറുമ്പെടുത്ത് കളയാണോ നീ? അപ്പം നിൻ്റെ വായിലൊക്കെ വെണ്ണ ഉണ്ടല്ലോ, അതെന്താന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണൻ പറയും, അത് ഞാനിങ്ങനെ വെണ്ണയിലിങ്ങനെ എറുമ്പ് എടുക്കുമ്പോൾ ആ എറുമ്പിങ്ങനെ എൻ്റെ കയ്യിൽ കൂടെ ഇങ്ങനെ മേലെ കയറി എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ വെണ്ണ തേച്ച് തന്നതാണ് പറയും കൃഷ്ണൻ. അപ്പോൾ ഇങ്ങനെ വൃന്ദാവനത്തിൽ കൃഷ്ണൻ്റെ ബാല്യലീലകളൊക്കെ ഭയങ്കര മധുരമായ ലീലകളാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ബാലഗോപാലനായിട്ട് അമ്മയ്ക്കും അച്ഛനും ഗോപികൾക്കൊക്കെ ഭയങ്കര സന്തോഷം കൊടുക്കും കൃഷ്ണൻ. അതേമാതിരി ഗോപബാലന്മാരുടെ കൂടെ ലീല പറയേ വേണ്ട, ഭയങ്കര രസമായിരിക്കും കൃഷ്ണൻ. അവിടെ ദിവസം ഗോപബാലന്മാരുടെ കൂടെ കൂടി മധുമംഗൾ, അർജുന, സ്തോകകൃഷ്ണ അങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണന് കുറേ ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്സുകളൊക്കെ ചേർന്നിട്ട് ചെറിയ കുട്ടികൾ തന്നെ എല്ലാവരും 5, 6 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ ഓരോരോ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വെണ്ണ കട്ടുക, ഓരോരോ വികൃതി കുസൃതി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, ഭയങ്കര വികൃതി കാണിച്ചുകൊണ്ടിരിക്കും കൃഷ്ണൻ. അപ്പോൾ ഭഗവാൻ ഇത് ആരെടുത്താണ് ഈ ലീലകളൊക്കെ കാണിക്കുക? തൻ്റെ ഭക്തന്മാരുടെ അടുത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുക. ഭഗവാൻ എന്താ വെണ്ണയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ക്ഷീരസാഗരത്തിൽ പാലിൻ്റെ കടലിൽ കിടക്കുന്ന സ്വാമിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എന്നാലും ഭക്തന്മാരുടെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ വിധവിധമായ ലീലകൾ, ദിവ്യമായ ലീലകൾ ചെയ്യാം. അപ്പോൾ കൃഷ്ണൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മധുമംഗൾ എന്ന് പറയും. ആ മധുമംഗൾ ബ്രാഹ്മണനാണ്. കുറച്ചൊരു നൊണ്ടി നടക്കുള്ളൂ. മധുമംഗൾ ഇങ്ങനെ തടിച്ച് നല്ല കൊഴുത്തിരിക്കും, തടിച്ചിരിക്കും. ആ മധുമംഗളിന് എപ്പോഴും ഇങ്ങനെ മനോഹർ ലഡ്ഡു പറഞ്ഞ ലഡ്ഡു ഉണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളൊരു ലഡ്ഡുവാണ് മനോഹർ ലഡ്ഡു പറയും. ആ മനോഹർ ലഡ്ഡു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പശുക്കളെ മേയ്ക്കാനൊക്കെ പോകാൻ സമയത്ത് കൃഷ്ണൻ്റെ കൂടെ കുറേ പേരുണ്ടാവും. എങ്ങനെ കൃഷ്ണന് പശുക്കളെ കെട്ടാനുള്ള കയറ് പിടിക്കാൻ ഒരാൾ, കൃഷ്ണന് കുടിക്കാനുള്ള വെള്ളം പിടിക്കാൻ ഒരാളുണ്ടാവും. പിന്നെ കൃഷ്ണന് എപ്പോഴപ്പോൾ ഈ മധുമംഗളിന് വിശക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ മധുമംഗളിൻ്റെ അടുത്ത് എന്തെങ്കിലും പണി പറയുമ്പോൾ മധുമംഗൾ ഭയങ്കര ഒരു മടിയനാണ്, അവ ചെയ്യില്ല. പക്ഷേ കൃഷ്ണന് ഭയങ്കര ഇഷ്ടമാണ് മധുമംഗളിന് കൃഷ്ണൻ എന്ന് വെച്ചാൽ ഭയങ്കര പ്രാണാണ്. അപ്പോൾ എന്തെങ്കിലും സമ്മതിച്ചില്ലെങ്കിൽ അപ്പോൾ പറയും, കൃഷ്ണൻ പറയും, മധുമംഗൾ ഞാൻ നിനക്ക് 1 ലഡ്ഡു തരാൻ പറയും. മധുമംഗൾ പറയും, ഇല്ല പറ്റില്ല പറയും. 2 ലഡ്ഡു, അപ്പോൾ ശരിയില്ല 3 ലഡ്ഡു തരാൻ പറയും. അപ്പോൾ ശരി എന്നാൽ ഞാൻ വരാൻ പറയും. അപ്പോൾ അതുമാതിരി മധുമംഗളിന് കൊടുക്കാൻ വേണ്ടി ലഡ്ഡു ഇതൊക്കെ ചുമന്നുകൊണ്ട് പോകാൻ അതിനൊരു ചെക്കൻ, അങ്ങനെ കുറേ പേര് കൃഷ്ണന് സേവ ചെയ്യാൻ വേണ്ടി കുറേ പേര് കാത്തിരിക്കും വൃന്ദാവനത്തിൽ. അപ്പോൾ ഒരു ദിവസം കൃഷ്ണൻ പറഞ്ഞു മധുമംഗളുടെ അടുത്ത്, മധുമംഗൾ ഇന്ന് നമുക്ക് ആ വീട്ടിൽ അവിടെ ഒരു വീട് കണ്ടില്ലേ, അവിടെ നല്ല വെണ്ണ ഉണ്ട്, അവിടെ പോയി നമുക്കിന്ന് വെണ്ണ മോഷ്ടിക്കാമെന്ന് പറയും. മധുമംഗൾ പറയും, വേണ്ട കൃഷ്ണ, ഞാൻ വരുന്നില്ല. നിൻ്റെ ഒപ്പം ഓരോ പ്രാവശ്യം വരുമ്പോഴും നീ രക്ഷപ്പെട്ട് അവർ എന്നെ പിടിക്കാൻ സമയത്ത് നീ രക്ഷപ്പെട്ട് ജനൽ കൂടെ ചാടി ഓടും, ഞാൻ കൊടുങ്ങും. അവസാനം എന്നെക്കൊണ്ട് ഓടാൻ പറ്റില്ല, അവർ എന്നെ പിടിച്ചിട്ട് എല്ലാവരും കൂടെ ചേർന്ന് എന്നെയാണ് തല്ലുന്നത്. അതുകൊണ്ട് ഞാൻ വരില്ല കൃഷ്ണ പറയും മധുമംഗൾ. അപ്പോൾ കൃഷ്ണൻ പറയും, ഇല്ലല്ല നീ വന്നേ തീരൂ, നീ ഇല്ലാണ്ട് നിങ്ങൾക്ക് പറ്റില്ല, വന്നേ തീരൂ പറയും കൃഷ്ണൻ. ശരി കൃഷ്ണൻ വിളിക്കല്ലേ. അപ്പോൾ പറയും മധുമംഗൾ പറയും, ഇല്ല ഞാൻ വരില്ല പറയും. അപ്പോൾ കൃഷ്ണൻ ചോദിക്കും, മധുമംഗൾ ഞാൻ നിനക്ക് 4 ലഡ്ഡു തരാൻ പറയും, മനോഹർ ലഡ്ഡു 4 എണ്ണം തരാൻ പറയും. 4 പറ്റില്ല പറയും. എന്നാൽ 8 എണ്ണം തരാൻ പറയും. അപ്പം മധുമംഗൾ ശരി എന്നാൽ ശരി വരാറുണ്ട്. എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. വെണ്ണ കട്ട് അവിടെ നല്ല വെണ്ണ ഉണ്ട് പറഞ്ഞിട്ട് ആ വെണ്ണ എടുക്കാൻ വേണ്ടി വൃന്ദാവനത്തിൽ പോവുകയാണ്.
പോയി നോക്കുമ്പോൾ ആ നല്ലൊരു വീട്, ആ വീട്ടിൻ്റെ ജനലിലും 4 ഭാഗത്തുള്ള വാതുക്കലും എല്ലാ സ്ഥലത്തും ഫുള്ളിങ്ങനെ ബെല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്, മണി കെട്ടി വെച്ചിരിക്കുക. എന്താ വെച്ചാൽ ഒരു പക്ഷേ കൃഷ്ണൻ എപ്പോഴെങ്കിലും അകത്ത് കയറുകയാണെങ്കിൽ ആ കൃഷ്ണൻ്റെ വാതിൽക്കൽ അവിടെ ഇവിടെ തട്ടുമ്പോൾ മണി അടിക്കൂലേ, ആ ബെല്ലടിക്കണ സൗണ്ട് കേൾക്കുമല്ലോ. ആ സൗണ്ട് കേട്ടോണ്ടേ എല്ലാവരും വടിയെടുത്തിട്ട് തിരിച്ചു വന്ന് കൃഷ്ണനെ പിടിക്കാമെന്നുള്ളതിൽ എല്ലാ നാനാഭാഗത്തും ഫുള്ള് ഇങ്ങനെ മണി കെട്ടി വെച്ചിരിക്കുക, ബെല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ മധുമങ്ങൾ പറയും, കൃഷ്ണ വളരെ സൂക്ഷിച്ച് നോക്ക്, നിന്നെ പിടിക്കാൻ വേണ്ടി നാനാഭാഗത്തും ഇവർ മണി കെട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ എവിടെയെങ്കിലും വാതുക്കൽ തട്ടിയാൽ ആ ബെല്ലടിക്കും, ബെല്ലടിക്കുന്ന മണി അടിക്കുന്ന സൗണ്ട് കേട്ടാൽ അവർ വന്ന് നമ്മളെ പിടിക്കും. അപ്പോൾ കൃഷ്ണൻ പറയും, നീ ഒന്നും വിഷമിക്കേണ്ട മധുമങ്ങൾ, അതൊക്കെ നമുക്ക് നോക്കിക്കോളാം പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അടുത്ത് പോകും. അടുത്ത് പോയിട്ട് കൃഷ്ണൻ പറയും, ഓരോരോ വാതുക്കലിൻ്റെ അടുത്ത് പോയിട്ട് ആ ബെല്ലിൻ്റെ അടുത്ത് പറയും, മണികളെ, ബെല്ലുകളെ, നിങ്ങളാരും മുഴങ്ങാൻ പാടില്ല, ബെല്ലടിക്കാൻ പാടില്ല പറയും കൃഷ്ണൻ. കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് ശരി, വാതിൽ തുറക്കും. ഒരു ബെല്ല് ഒരു സൗണ്ട് ഉണ്ടാക്കില്ല. അങ്ങനെ വാതിൽ തുറന്ന് ഓരോരോ വാതിൽ തുറന്ന് അകത്ത് പോയിട്ട് ഇരുട്ടായിട്ടുള്ളൊരു മുറി, അതിൻ്റെ അകത്താണ് വെണ്ണ ഇങ്ങനെ കെട്ടി തൂക്കിയിരിക്കുക. വൃന്ദാവനത്തിൽ എങ്ങനെയാ വെച്ചാൽ ഓരോരുത്തർക്കും ആയിരക്കണക്കിനാണ് പശുക്കൾ. ആ പശുക്കളെ വെണ്ണ എടുക്കുക, നെയ്യ് എടുക്കുക, അതന്നെയാണ് അവർക്ക് പണിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ വെണ്ണ എടുത്തിട്ട് കൃഷ്ണൻ എന്ത് ചെയ്യും, കൃഷ്ണൻ്റെ കൂട്ടുകാരന്മാർക്കൊക്കെ വെണ്ണ കൊടുത്തിട്ട് അവസാനം ഒരു നല്ല ടേസ്റ്റുള്ള വെണ്ണ എടുത്ത് മധുമങ്ങളുടെ കയ്യിൽ കൊടുത്തു. മധുമങ്ങൾ, ഇത് നിൻ്റെ ഭാഗം, നിൻ്റെ ഷെയർ, ഇനി എൻ്റെ ഭാഗം ഞാൻ എടുത്തോട്ടെ പറഞ്ഞിട്ട് കൃഷ്ണൻ എടുത്ത് ഇങ്ങനെ മറ്റുള്ളവരൊക്കെ കഴിച്ച് കഴിയും. കൃഷ്ണൻ എടുത്ത് അവസാനം ഇങ്ങനെ വായിലിങ്ങനെ ഇടും വെണ്ണ. അപ്പോൾ എല്ലാ വീടിനെ ചുറ്റും കെട്ടിയിട്ടുള്ള എല്ലാ ബെല്ലുകളും ടിക്ക് 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 എല്ലാ ബെല്ലും ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. അപ്പോൾ ബെല്ലടിയൻ്റെ സൗണ്ട് കേട്ടോണ്ടേ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, എല്ലാവരും ചാടിച്ച ഓരോരോ ഈ ബെല്ലിൻ്റെ സൗണ്ട് കേട്ടോണ്ടേ 4 ഭാഗത്തുള്ള വാതിൽക്കലും ഓരോരോ ഗോപികൾ ഓരോരോ വലിയ വലിയ വടിയെടുത്തിട്ട് അകത്ത് കയറി വരുന്നുണ്ട് കൃഷ്ണനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ വടിയെടുത്ത് വരുന്നത് കണ്ടോണ്ട് ഈ കൃഷ്ണൻ്റെ ഒപ്പമുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ഓരോരോ ജനൽ കൂടെ ചാടി പുറത്ത് പോയിന്ന്. ചാടി പുറത്ത് പോയപ്പോൾ കൃഷ്ണൻ പറഞ്ഞിട്ട്, മധുമങ്ങൾ വാ, നമുക്ക് പോകാം, ഇപ്പം നമ്മളെ പിടിക്കും, ഓടി വാന്ന്. അപ്പോൾ കൃഷ്ണൻ മണികളെടുത്ത് ചോദിക്കുകയാണ്, മണികളെ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ അടിക്കേണ്ട, നിങ്ങൾ എന്തിനാണ് അടിച്ചതെന്ന് ചോദിക്കും. ബെല്ലുകളെ, നിങ്ങളൊക്കെ എന്തിനാണ് മുഴങ്ങിയതെന്ന് ചോദിക്കും. അപ്പോൾ ഈ ബെല്ലുകൾ, മണികളൊക്കെ കെട്ടിത്തൂക്കിയൊക്കെയുള്ള മണികളൊക്കെ പറയും, ബെല്ലുകൾ പറയും, കൃഷ്ണ, വേദങ്ങളിലും ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണോ നീ പ്രസാദം കഴിക്കുന്നത്, നീ എപ്പോഴാണോ നിവേദ്യം കഴിക്കുന്നത്, അപ്പോൾ ഞങ്ങളെ ജോലിയാണത് ബെല്ല് മുഴങ്ങേണ്ടത്. അപ്പോൾ നീ എപ്പോഴാണോ കഴിച്ചത് അതുവരെ ഞങ്ങൾ മുഴങ്ങിയില്ല, എപ്പോഴാണ് നീ കഴിച്ചത് അപ്പോൾ ഞങ്ങളെ സേവ ചെയ്തതാണ് കൃഷ്ണ പറയും. അപ്പോൾ കൃഷ്ണൻ ഓടിയെടുത്ത് ചാടി അവിടെ നിന്നെടുത്ത് ഓടാൻ സമയത്ത് മധുമങ്ങളിൽ ആ ജനൽ കൂടെ ചാടാൻ വേണ്ടി ശ്രമിക്കും. ഒരു കൃഷ്ണൻ മുന്നിൽ നിന്ന് കൈ പിടിച്ച് വലിക്കും, മധുമങ്ങൾ വാ പറഞ്ഞ് കൈ പിടിച്ച് ഇങ്ങനെ ജനൽ കൂടെ വലിച്ച സമയത്ത് എന്താ, മധുമങ്ങൾ നല്ല തടിച്ചിരിക്കണതുകൊണ്ട് ആ ശരീരത്തിൻ്റെ മുമ്പിലത്തെ ഭാഗം ഇതുവരെ അങ്ങോട്ട് പുറത്തോട്ട് വരും. ആ തടിച്ചുള്ള വയർ അവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കും മധുമങ്ങൾ. കൃഷ്ണൻ അവിടെ നിന്ന് പിടിച്ച് ഇങ്ങോട്ട് മുമ്പോട്ട് വലിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോഴത്തെ കൂടെ ഈ ഗോപികളൊക്കെ വീട്ടിൻ്റെ ഉള്ളിലെത്തി. അവരൊക്കെ ഈ മധുമങ്ങളെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് കൃഷ്ണനെ കിട്ടിയില്ല, എന്നാലും ഏതായാലും സാറില്ല, മധുമങ്ങളിലെങ്കിലും പിടിക്കാൻ പറ്റിയില്ലേ പറഞ്ഞിട്ട് ഇന്ന് ഈ മധുമങ്ങളിനെ ശിക്ഷ കൊടുക്കാൻ നമുക്ക് വേണ്ട. മധുമങ്ങളിനെ കൊണ്ടുപോയിട്ട് എല്ലാ ഗോപികളും ചേർന്ന് 2 കൈയും കെട്ടിയിടും. മധുമങ്ങളുടെ കൈയും കെട്ടിയിട്ടിട്ട് മധുമങ്ങളുടെ തലയിൽ ശിഖ ഉണ്ടാവില്ലേ, ശിഖ എന്ന് പറയില്ലേ, മുടീൻ്റെ കെട്ട്, ആ മുടി ഇങ്ങനെ പിടിച്ചിട്ട് അതിനങ്ങനെ തൂക്കി ഒരു കയറ് കെട്ടിയിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടും. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ സ്ഥലത്ത് ഇങ്ങനെ വലിക്കും. ഇങ്ങനെ നീ വേണ്ട കട്ടെടുക്കുമോ പറഞ്ഞാൽ അവരിങ്ങനെ വലിക്കുമ്പോൾ ഇല്ല പറഞ്ഞ് കരയും മധുമങ്ങൾ. കരഞ്ഞപ്പോൾ ഓരോ പ്രാവശ്യം മധുമങ്ങൾ കരയുമ്പോഴും കൃഷ്ണ എന്ന് വിളിച്ച് കരയും. അപ്പോൾ കൃഷ്ണൻ എപ്പോഴെങ്കിലും തൻ്റെ ഭക്തന്മാർ വിഷമിച്ച് കണ്ടാലും സഹിക്കാൻ പറ്റില്ല. ഉടൻ തന്നെ കൃഷ്ണൻ അവിടെ നിന്ന് ചാടി വരും. വന്നിട്ട് പറയും, നിങ്ങളൊക്കെ ഗോപികൾ എന്ത് വലിയ അപരാധമാണ് ചെയ്യുന്നതെന്നറിയോ, എത്ര വലിയ പാവമാണ് ചെയ്യുന്നതെന്നറിയോ. ഈ മധുമങ്ങൾ ഒരു ബ്രാഹ്മണനാണ്, ഈ ബ്രാഹ്മണൻ നിങ്ങളിങ്ങനെ ഒരു ശിക്ഷ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ വലിയ മഹാഭാവം വന്നിരിക്കുകയാണ്, ഇത് നിങ്ങൾ വലിയ പാവമാണ് ചെയ്തത് പറയും. അപ്പോൾ ഗോപികളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള സാധാരണക്കാരല്ലേ, അവർ പറയും അതെ അങ്ങനെയാണോ, എന്നാൽ വേണ്ട പറഞ്ഞു ഉടൻ തന്നെ മധുമകളെ അഴിച്ചു വിട്ടിട്ട് പറയും, അപ്പോൾ ഈ പാവത്തിൽ നിന്ന് പോകാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ പാവത്തിൽ നിന്ന് വിടുപെടണമെങ്കിൽ നിങ്ങളെല്ലാവരും മധുമകളിന് നിറയെ മനോഹര ലഡ്ഡു ഉണ്ടാക്കി കൊടുക്കണം പറയും. അപ്പോൾ എല്ലാ ഗോപികളും മധുമകളിന് കൊടുക്കാൻ വേണ്ടി വെറൈറ്റി ആയിട്ടുള്ള ലഡ്ഡു ഉണ്ടാക്കി കൊടുക്കും അത്ര. അതുമാതിരി അങ്ങനെ കൃഷ്ണൻ്റെ ഒരു ലീല. ഇതുമാതിരി രോഹിണി ഇങ്ങനെയുള്ള ലീലകളൊക്കെ ഈ ഗോപികൾക്ക് ഈ ദ്വാരകയിലുള്ള റാണികൾക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരു ലീല രോഹിണി പറയുകയാണ്, വൃന്ദാവനത്തിൽ ഇനിയൊരു ദിവസം നടന്നൊരു ലീല പറയുകയാണ് രോഹിണി. ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ വൃന്ദാവനത്തിൽ ചെറിയ കൃഷ്ണൻ, ഒരു 4-5 വയസ്സൊക്കെ ഉള്ള കൃഷ്ണൻ ഇങ്ങനെ കളിച്ച് നടക്കുകയാണ് പശുക്കളെയും കുട്ടികളെ കൂടെയൊക്കെ. അപ്പോൾ കൃഷ്ണൻ അപ്പുറത്ത് നോക്കിയപ്പോൾ ഈ ഗോപികകളൊക്കെ
അവരൊക്കെ നല്ല മുത്തിൻ്റെ മാലകൾ, മുത്തുകൊണ്ട് ഇങ്ങനെ മാല കെട്ടി ഉണ്ടാക്കി മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ ഇത് കണ്ടപ്പോൾ, ഈ കുട്ടി കൃഷ്ണൻ ഇത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം, തൻ്റെ പശുക്കൾക്കൊക്കെ നല്ല മുത്തുകൊണ്ട് ഇങ്ങനെ അലങ്കരിക്കണം എന്ന് തോന്നിയിരുന്നു കൃഷ്ണന്. അപ്പോൾ കൃഷ്ണൻ പോയിട്ട് ഗോപികളെടുത്ത് ചോദിക്കും, ഗോപികളെ, എനിക്ക് കുറച്ച് മുത്ത് തരുമോ? ഞാൻ എൻ്റെ 2 കുട്ടികൾക്ക് മാത്രം, അവർക്ക് പശുക്കളെ കാലിലും തലയിലൊക്കെ എനിക്ക് മുത്ത് ഉണ്ടാക്കി മുത്ത് കൊണ്ട് അലങ്കരിക്കണം എന്നൊരു ശൃംഗാരം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, എനിക്ക് കുറച്ച് മുത്ത് തരുമോ എന്ന് ചോദിക്കും കൃഷ്ണൻ. മുത്ത് എന്ന് വെച്ചാൽ അറിയില്ല, പേൾസ്, ഈ കടലിൽ നിന്ന് എടുക്കൂലേ മുത്ത് എന്ന് പറയില്ല, എന്താ പറയുക, എനിക്ക് കറക്റ്റ് മലയാളത്തിൽ അറിയണില്ല. അപ്പോൾ മുത്ത് വേണം ചോദിച്ചപ്പോൾ ആ ഗോപികൾ പറയും, എടാ ചെറുക്ക, നിനക്കെന്താ പ്രാന്താണോ? മുത്ത് ഇങ്ങനെ ഇതിൽ നിന്നൊന്നും കിട്ടണമല്ല, അത് കടലിൽ നിന്ന് എടുക്കണതാണ്, ഭയങ്കര വില കൂടിയ സാധനമാണിത്, ഇത് ഞങ്ങൾക്ക് തന്നെ ഇല്ല, ഇത് നിനക്ക് മാടുകൾക്ക് കെട്ടാൻ മുത്ത് വേണം, നിനക്കെന്താ പ്രാന്താണ്, വട്ടാണ്, നീ പോയിക്കോ ഇവിടെ നിന്ന് പറഞ്ഞ് കൃഷ്ണനെ അവർ പറഞ്ഞയക്കും, വഴക്ക് പറഞ്ഞ് പറഞ്ഞയക്കും ഈ ഗോപികളെ. അപ്പോൾ കൃഷ്ണൻ കെഞ്ചി ചോദിക്കും, ഗോപികളെ എനിക്ക് കുറച്ച് തന്നാൽ മതി, എൻ്റെ 2 മാടിന് കൊമ്പിൽ മാത്രം ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ, കൊമ്പിലും ഒരു മാലയും കെട്ടാം, അത്രയും കുറച്ച് തന്നാൽ മതി, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം പറയും. അപ്പോൾ ഗോപികൾ പറയും, നീ ഒന്ന് പോയിക്കോ, നിനക്ക് വേറെ പണിയില്ലേ, മുത്തെടുത്തിട്ട് മാടുകൾക്ക് കെട്ടാനേ മുത്തേ, അങ്ങനെ പറഞ്ഞാൽ അവർ പറയും. അപ്പോൾ കൃഷ്ണ അവിടെ നിന്ന് പോയി വിഷമിച്ചിട്ട് പോയിട്ട് പറയും, ഞാൻ പറയാം, ഞാൻ വാൺ ചെയ്യാണ്, നിങ്ങൾക്ക് സ്ട്രിക്റ്റായി പറയാണ്, മര്യാദയ്ക്ക് തന്നാൽ നല്ലതെന്ന് പറയും കൃഷ്ണൻ. നീ ഒന്ന് പോയിക്കട അവിടെ നിന്ന് പറയും കൃഷ്ണനെ ഗോപികൾ. അപ്പോൾ ഈ കുട്ടി കൃഷ്ണ അമ്മയുടെ അടുത്ത് പോയിട്ട്, അമ്മേ, യശോദമ്മേ, എനിക്ക് കുറച്ച് മുത്ത് തരുമോ എന്ന് ചോദിക്കും. മുത്ത്. അപ്പോൾ യശോദ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്താലും കൃഷ്ണന് യാതൊരു വിധത്തിലും കൃഷ്ണന് ബുദ്ധിമുട്ടുണ്ടാകരുത്, എന്ത് വേണമെങ്കിൽ കൃഷ്ണൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് യശോദ. അപ്പോൾ യശോദ പറയും, നിനക്കെന്തിനാ മോനെ മുത്ത് എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ഞാൻ മുത്ത് കൊണ്ട് നട്ട് വളർത്തി ഞാൻ ചെടി ഉണ്ടാക്കാൻ പോവുകയാണ് പറയും കൃഷ്ണൻ. മുത്തിനെ നട്ട് വച്ചിട്ട് അതിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മുത്തിൻ്റെ ചെടി ഉണ്ടാക്കാൻ പോവുകയാണ് പറയും കൃഷ്ണൻ. അപ്പോൾ യശോദ പറയും, അയ്യോ കൃഷ്ണ, അങ്ങനെ അല്ലടാ, ഈ മുത്ത് ചെടിയിൽ നിന്ന് ഉണ്ടാകണതല്ല, ഇത് നമ്മൾ കടലിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണതാണ്, ചിപ്പിൻ്റെ ഉള്ളിലാണ് മുത്തുണ്ടാകുക, അത് സാധാരണ അങ്ങനെ കിട്ടണതല്ല. അപ്പോൾ കൃഷ്ണൻ പറയും, മയ്യ എന്ന് വെച്ചാൽ അമ്മാന്ന്, അമ്മേ, നിനക്ക് എന്നെ വിശ്വാസമല്ലേ, ഞാൻ എങ്ങനെ കാളിയൻ്റെ പുറത്ത് ഞാൻ നൃത്തം ചെയ്തില്ലേ, ഞാൻ എങ്ങനെ പൂതനെ കൊന്നില്ലേ, അപ്പോൾ ഞാൻ മുത്തുകൊണ്ട് ഞാൻ മരം ഉണ്ടാക്കും, നീ നോക്കിക്കോ വേണമെങ്കിൽ പറയും. ശരി, ഇന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ ശല്യപ്പെടുത്തി, കൃഷ്ണൻ്റെ ആനന്ദത്തിനൊരു കുറവ് വേണ്ട പറഞ്ഞിട്ട് യശോദ തൻ്റെ അടുത്തുള്ള നല്ല മുത്തുകൾ, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മുത്തുകളൊക്കെ കൊണ്ടുവന്നിട്ട് കൃഷ്ണൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഒരു ബോക്സിലിട്ട് കൊടുക്കും കൃഷ്ണന്. കൃഷ്ണനും തൻ്റെ ഗോപപാലന്മാർ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് ഈ മുത്തൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് അവരൊക്കെ നല്ല കൊത്തി ഭൂമിയൊക്കെ നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് അതിൽ കൃഷ്ണൻ തന്നെ കൈകൊണ്ട് ഓരോരോ മുത്തെടുത്തിങ്ങനെ നട്ടുവയ്ക്കുക. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കഥ, മുത്ത് നട്ടുവയ്ക്കുന്ന കഥ? കൃഷ്ണൻ ചെയ്യും അത്ര. കൃഷ്ണനും ഗോപപാലന്മാരൊക്കെ ചേർന്നിട്ട് ഓരോരോ മുത്തെടുത്തിങ്ങനെ നല്ല നട്ടുവയ്ക്കും. നട്ടുവെച്ചിട്ട് അതിന് ചുറ്റും നല്ല വേലി കെട്ടി വയ്ക്കും. ആരകത്ത് മാടൊന്നും കടന്നു വരാതെ വേലിയൊക്കെ കെട്ടിവെച്ചു. വേലി കെട്ടിവെച്ചിട്ട് അതിന് വെള്ളമൊഴിക്കണ്ടേ? അപ്പോൾ വെള്ളമൊഴിക്കാൻ കൃഷ്ണൻ വിചാരിക്കും, ഇതിന് വെള്ളമൊഴിച്ചാൽ സാധാരണ ഇതല്ലേ വരുള്ളൂ, ഞാനിതിന് വളരെ നല്ല ഇതാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള പാലാണ് ഒഴിക്കാൻ പോകണമെന്നിട്ട് സ്പെഷ്യലായിട്ടുള്ള പാല് കൊണ്ടുവന്നിട്ട് ആ പാല് കൊണ്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഓരോരോ മുത്തിൻ്റെ നട്ടുവെച്ച മുത്തിനൊക്കെ പാലൊഴിക്കുന്നു എല്ലാ ഗോപപാലന്മാരും ചേർന്ന്. പാലൊക്കെ ഒഴിച്ച് അത് കണ്ടിട്ട് ഈ ഗോപികളും മറ്റവരൊക്കെ കണ്ടിങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നു. ഓരോരോ മണ്ടത്തരങ്ങൾ കാണിക്കണുണ്ടോ, മുത്ത് കൊണ്ട് നട്ടുവെച്ചിരിക്കുക, അതിനിപ്പോൾ പാലൊഴിച്ചിട്ടാണ് നനയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ ചിരിക്കും. കൃഷ്ണൻ നല്ല സീരിയസ് ആയിട്ട് മുത്ത് വെച്ച് അതിന് പാലൊക്കെ ഒഴിച്ചിങ്ങനെ വെള്ളം നനയ്ക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടികൾ തഴച്ച് വരാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് വളർന്നു നല്ല ചെടികൾ. കുറച്ച് ദിവസം കഴിഞ്ഞ് വലിയ വലിയ മരങ്ങളായി. 2-3 ആഴ്ചക്കകത്ത് നല്ല മരങ്ങളായി. മരത്തിൽ ഫുള്ള് മുത്തുകൾ. ഭഗവാനല്ല, എന്തും ചെയ്യാൻ പറ്റുമല്ലോ. മുത്തിൻ്റെ മരങ്ങൾ. ഓരോരോ മരത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ മാലകൾ പോലെ മുത്തുകൾ, കളറായിട്ട് ഇങ്ങനെ തിളങ്ങുന്ന മുത്തുകൾ. ഒരു സ്ഥലത്ത് പച്ച കളറിൽ, ഒരു സ്ഥലത്ത് വെള്ള കളറിൽ, വേറെ വേറെ നിറങ്ങളിൽ ഷൈനിങ് ആയിട്ടുള്ള മുത്തുകൾ കൊണ്ടൊരു കളി. എവിടെ നോക്കിയാലും മുത്തിൻ്റെ മരങ്ങൾ. അപ്പോൾ ഈ ഗോപികൾ ഇത് കണ്ടിട്ട് അവർക്കൊക്കെ ഭയങ്കര എന്താണ് ഇവൻ കാട്ടിക്കൂട്ടുന്നത്, മുത്ത് നട്ടുവെച്ച് മരം വളർത്തിയോ അങ്ങനെ പറഞ്ഞിട്ട് അവർക്കൊക്കെ കൃഷ്ണൻ ഈ മുത്തൊക്കെ എടുത്തിട്ട് തൻ്റെ പശുക്കളെ എല്ലാ നന്ദമാരാൻ്റെ വീട്ടിൽ 9 ലക്ഷം പശുക്കളുണ്ട് അത്ര. അപ്പോൾ ആ പശുക്കൾക്കൊക്കെ തൻ്റെ കൊമ്പുകളൊക്കെ ഫുള്ള് മുത്തുകളുണ്ട്. പശുക്കൾക്ക് മേലെ ശരീരത്തിലിടും, കാലിലും എല്ലാ സ്ഥലത്തും മുത്തുകൊണ്ട് ചുറ്റി വെച്ചിരിക്കുക. കൃഷ്ണൻ്റെ കളിക്കുന്ന സ്കുറിൽ എന്താ പറയുക, അണ്ണാൻകുഞ്ഞ്, അണ്ണാനും മുത്തുകൊണ്ട്. കൃഷ്ണൻ്റെ മയിൽ, പീക്കോക്കില്ലേ, ആ മയിലുകൾക്കും മുത്തുകൊണ്ട്. കൃഷ്ണൻ്റെ കുരങ്ങുകൾക്കില്ലേ, ആ കുരങ്ങന്മാർക്ക് അവർക്കൊക്കെ മുത്തുകൊണ്ടുള്ള മാലകൾ.
എല്ലാ സ്ഥലത്തും മുത്ത്. എന്നിട്ട് അവസാനം കൃഷ്ണൻ ഇരിക്കാൻ ഇങ്ങനെ വലിയ മുത്ത് കൊണ്ട് ഇങ്ങനെ ബെഡ് മാതിരി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ കൃഷ്ണൻ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഇങ്ങനെ. അപ്പോൾ അത് കണ്ടിട്ട് ഈ ഗോപികൾക്കൊക്കെ അസൂയ. അവർ പറയും, എന്താ ഇവന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മുത്ത്, നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അവിടെ നന്ദിമുഖി പറഞ്ഞൊരു ഗോപിയുണ്ട്, നന്ദിമുഖി. അവരാരാന്ന് വെച്ചാൽ ഈ മധുമംഗളുടെ ചേച്ചിയായിട്ട് വരും, മധുമംഗളുടെ. ആ നന്ദിമുഖി പറയും, ഇവന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മുത്ത്, നമുക്കുണ്ടാക്കിക്കൂടെ മുത്ത്, നമ്മൾ മുത്ത് നട്ടു വയ്ക്കാം, നമുക്ക് നല്ല ഇതിനേക്കാളും നല്ല മുത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറയും ഈ നന്ദിമുഖി എന്നുള്ള ഈ ഗോപി. അപ്പോൾ ശരി പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും, ഈ ഗോപികളൊക്കെ പോയിട്ട് അവരവരെ വീട്ടിൽ പോയിട്ട് അവരവരെ അമ്മമാരുടെ അടുത്ത് ചോദിക്കാം, അമ്മേ ഞങ്ങൾക്കും കൂടെ കുറച്ച് മുത്ത് തരണേ, ഞങ്ങളും ഇങ്ങനെ മുത്ത് നട്ടുണ്ടാക്കാൻ പോകണം എന്നൊക്കെ. ഇതൊക്കെ അത് പറയില്ല, ഇങ്ങനെ വേറെ ഒരു ആവശ്യത്തിനാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കുറച്ച് മുത്ത് എല്ലാവരും അവരവരെ വീട്ടിൽ പോയിട്ട് അവരവരെ അമ്മമാരുടെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ വീട്ടിലുള്ള കുറച്ച് മുത്ത് എല്ലാ സ്ഥലത്തും കിട്ടും. ആ എല്ലാ ഗോപികളും ചേർന്ന് അവരുടെ കയ്യിൽ കിട്ടിയ മുത്തൊക്കെ കൊണ്ടുവന്നിട്ട് അവർ നട്ടുവയ്ക്കും. അവർ മുത്ത് നട്ടിട്ട് അപ്പോൾ രാധാറാണിയും ഗോപികളൊക്കെ അവരൊക്കെ പറയും, നമ്മൾ കൃഷ്ണൻ പാലല്ല ഒഴിച്ചത്, നമ്മളിതിന് നെയ്യ് ഒഴിച്ചെന്നുണ്ടാക്കാം, അതിനേക്കാളും നല്ല ഷൈനിങ്ങുള്ള മുത്ത് കിട്ടണമെങ്കിൽ നമ്മൾ നെയ്യ് ഒഴിക്കാൻ പറഞ്ഞിട്ട് ഈ ഗോപികളൊക്കെ അവർ നെയ്യ് കൊണ്ടുവന്നിട്ട് ഈ നട്ടുവെച്ച മുത്തിനൊക്കെ നെയ്യ് കൊണ്ട് വെള്ളം ഒഴിക്കുന്നു. നെയ്യ് കൊണ്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ നെയ്യ് ഒഴിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ ചെറുതായിട്ട് ഇങ്ങനെ മുളച്ച് വരുന്നത് കണ്ടു. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വളർന്നു. 3-ാമത്തെ ആഴ്ച നോക്കിയപ്പോൾ വെറും മുള്ളിൻ്റെ ചെടികൾ, എവിടെ നോക്കിയാലും മുള്ള്, ഒരു മുത്തുമില്ല ഒന്നുമില്ല, എവിടെ നോക്കിയാലും വെറും മുള്ള് തന്നെ ഉള്ളു, മുള്ളിൻ്റെ ചെടികൾ. ഗോപികൾക്കൊക്കെ ഭയങ്കര വിഷമായി. അയ്യോ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് മുത്തുകൾ അവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു, ഇപ്പോൾ ആ മുത്തൊക്കെ പോയി, എല്ലാ മുത്തും പോയി, ഇപ്പോൾ എല്ലാം വെറും നഷ്ടപ്പെട്ടു പോയി, വെറും മുള്ളായി. ഇപ്പോൾ നമ്മൾ വീട്ടിൽ അമ്മമാരൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയുക? മുത്തുള്ള മുത്തും പോയി, എല്ലാത്തിനും എവിടെ നോക്കിയാലും മുള്ളേ ഉള്ളൂ പറഞ്ഞിട്ട് എല്ലാവരും കരയാൻ തുടങ്ങി ഗോപികളൊക്കെ. എന്നിട്ട് അവരൊക്കെ പോയി നന്ദിമുഖി എന്നുള്ള ഗോപിനോട് ചോദിക്കും, നന്ദിമുഖി, നിൻ്റെ വാക്ക് കേട്ടാണ് ഇതൊക്കെ ആയത്, നീ പറഞ്ഞത് കേട്ടാണ് ഞങ്ങളിങ്ങനെ മുത്തെടുത്ത് നടാൻ പോയത്, പ്രാന്ത് പണികളൊക്കെ കാണിച്ച് നീയാണ് ഇതിനൊക്കെ കാരണം പറഞ്ഞ് നന്ദിമുഖിനോട് പറയും. അപ്പോൾ നന്ദിമുഖി പറയും, ആഹാ, ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളിങ്ങനെ ചെയ്തത്, ഞാൻ പറഞ്ഞത് ശരി, നിങ്ങൾ ശരിക്കും ചെയ്തോ? അത് നിങ്ങൾ മുത്ത് നട്ടിട്ട് നിങ്ങൾ വേലി കെട്ടിയോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവർ പറയും, ഇല്ല, കെട്ടിയിട്ടില്ല. അതാണ് കാര്യം, നിങ്ങൾ വേലി കെട്ടിയില്ല, അവിടെ നിങ്ങൾ ആരെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് ആരെങ്കിലും വെച്ചോ? ഇല്ല. അപ്പോൾ അതാണ് കാര്യം, നിങ്ങളന്ന് അവിടെ മുത്ത് നട്ടിട്ട് പോയി, അന്ന് രാത്രി കൃഷ്ണൻ രാത്രി വന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? ആ മുത്തൊക്കെ എടുത്തിട്ട് കൃഷ്ണൻ വന്ന് മുള്ളിൻ്റെ ചെടി നട്ടു വെച്ചതാണ്, അതുകൊണ്ടാണ് ഈ വെറും മുള്ളിൻ്റെ ചെടി വന്നത് പറഞ്ഞിട്ട് നന്ദിമുഖി പറയും. നന്ദിമുഖി പറയുമ്പോൾ ശരി, ഇപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഏതായാലും മുത്തൊക്കെ പോയല്ലോ, ഇനി എന്താ ചെയ്യാൻ പറഞ്ഞിട്ട് ശരി, നമുക്കിനി വേറെ ഗതിയില്ല, ഉള്ള മുത്തൊക്കെ പോയി, ഇനിയിപ്പോൾ അമ്മമാരൊക്കെ ചോദിച്ചാൽ എന്താ ചെയ്യുക പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങനെ പോയിട്ട് തലയിൽ ഇങ്ങനെ ഒരു മൂടിയിട്ടിട്ട് ഇങ്ങനെ വിഷമത്തിൽ പോയി കൃഷ്ണൻ്റെ മുന്നിൽ പോയി നിൽക്കും. കൃഷ്ണൻ ഇങ്ങനെ മുത്തിൻ്റെ ബെഡിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ പ്രൗഡായിട്ട്. അപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് പോയി ചോദിക്കും, കൃഷ്ണ കരഞ്ഞിട്ട്, കണ്ണിൽ വെള്ളം വരെ കരഞ്ഞിട്ട്, കൃഷ്ണ വന്നിട്ട് എന്താ വേണ്ടത് ചോദിക്കും. ഞങ്ങളെ മുത്തൊക്കെ പോയി, കുറച്ച് മുത്ത് ഞങ്ങൾക്ക് കുറച്ച് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണൻ പറയും, എന്ത് മുത്തോ? നിങ്ങൾക്കോ? ഞാനന്ന് നിങ്ങളുടെ അടുത്ത് മുത്ത് ചോദിച്ച് വന്നപ്പോൾ എൻ്റെ 2 മാടുകൾക്ക് മുത്ത് ചോദിച്ച് വന്നപ്പോൾ എന്താ പറഞ്ഞത്? നിനക്ക് പ്രാന്താണ്, നിനക്ക് വട്ടാണ്, പൊയ്ക്കോ ഇവിടെ നിന്ന് പറയാൻ എന്നെ പറഞ്ഞയച്ചു. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു മുത്തല്ല, ഒരു മുത്തിൻ്റെ ഒരു പൊടി പോലും തരില്ല, പൊയ്ക്കോളി ഇവിടെ നിന്ന് പറയും കൃഷ്ണൻ അവിടെ നിന്ന്. അപ്പോൾ ഗോപികളൊക്കെ ഒന്ന് കരയാൻ തുടങ്ങി, കൃഷ്ണ ഞങ്ങൾക്ക് വേറെ ഗതിയില്ല, നീ അല്ലാണ്ട് വേറെ എന്താ ഗതിയില്ല. അവനെല്ലാവരും കരഞ്ഞപ്പോൾ ശരി പറഞ്ഞ് കൃഷ്ണൻ എല്ലാവർക്കും മുത്തെടുത്ത് കൊടുക്കും. സോ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഗോലോക വൃന്ദാവനത്തിൽ, കൃഷ്ണൻ്റെ വൃന്ദാവന ലീലകളിൽ അപാരമായ, നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത അത്ഭുതമായ ലീലകൾ ദിവസം ഓരോരോ ക്ഷണം ആയിരക്കണക്കിന് ലീലകളാണ് ഭഗവാൻ ചെയ്യുന്നത്. ആ ലീലകൾ കൊണ്ട് കേൾക്കുന്നവർക്കും അവിടെ ലീലകൾ നേരിട്ട് കാണുന്നവർക്ക് എത്രയാ സന്തോഷം കിട്ടാമെന്നൊരു കണക്കും കഴിയില്ല, അങ്ങനത്തെ സന്തോഷമാണ്. അപ്പോൾ ഈ ഗോപികൾ, ഈ ദ്വാരകയിലുള്ള കൃഷ്ണൻ്റെ ഭാര്യമാരും എല്ലാവരും ഇങ്ങനെ ഇത് കഥ കേട്ട് അവരൊക്കെ ഇങ്ങനെ മൂഴുകിപ്പോയി നിൽക്കുകയാണ്. അപ്പോൾ ഈ സുഭദ്രയാണ് ഈ വാതിൽക്കൽ ഇങ്ങനെ കയ്യും വെച്ചിങ്ങനെ നിൽക്കുന്നത്, സുഭദ്ര. അപ്പോൾ സുഭദ്രയ്ക്ക് ഈ വൃന്ദാവനത്തിലുള്ള ഭഗവാന്റെ ലീലകൾ കേട്ട് അതിലിങ്ങനെ മയങ്ങിപ്പോയിട്ട് സുഭദ്രയുടെ ഭാവം എന്താ പറയുക, ആ തന്മയത്വത്തിൽ പോയിട്ട് സുഭദ്രയുടെ 2 കൈ അങ്ങനെ അകത്തോട്ട് കയറിപ്പോയി. കൃഷ്ണൻ്റെ പ്രേമത്തിൽ അങ്ങനെ മുഴുകിയിട്ട് 2 കൈ അകത്തോട്ട് പോയി. ആ സ്വർണ്ണ നിറ ചായയാണ് അത്ര സുഭദ്രയുടെ ശരീരം. ആ ശരീരം അങ്ങനെ ഇതായി, അങ്ങനെ ഉരുണ്ട കണ്ണൊക്കെ അങ്ങനെ വലുതായിട്ട്
അങ്ങനെ ഒരു ബൊമ്മ പോലെ, ഒരു മരത്തിൻ്റെ പ്രതിമ പോലെ ആയിരുന്നു സുഭദ്രയുടെ രൂപം. ആ കൃഷ്ണൻ്റെ ലീല കേട്ട് മുഴുകിപ്പോയിട്ട് ആ സമയത്താണ് കൃഷ്ണനും ബലറാമനും പിന്നാലെ കൂടെ വരുന്നത്. വന്നിട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കാൻ വരുമ്പോൾ അപ്പോൾ സുഭദ്രയ്ക്കൊന്നും അറിയില്ല, അങ്ങനെ പ്രതിമ പോലെ നിൽക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണനും ബലറാമനും രണ്ട് സൈഡിൽ കൂടെ വരികയാണ്. അവരിങ്ങനെ പതുക്കെ വന്ന് അവരിങ്ങനെ കേൾക്കുകയാണ്. കേട്ടപ്പോൾ അവിടെ രോഹിണി ദേവി കൃഷ്ണൻ്റെ വൃന്ദാവനത്തിലുള്ള ലീലകളെക്കുറിച്ച് പറയുകയാണ്. ആ വൃന്ദാവനത്തിലെ ലീലകളെക്കുറിച്ച് പറയുന്നത് കേട്ട് അവരൊക്കെ ആ ഭക്തിയുടെ പരവശത്തിൽ അങ്ങനെ മുഴുകിപ്പോയിരിക്കുന്നത് കണ്ടിട്ട് ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സുന്ദരമായ ആ രണ്ട് കൈകൾ അങ്ങനെ അകത്തോട്ട് കയറി ഇങ്ങനെ പോയി. കൃഷ്ണൻ്റെ കൈ മുഖം അങ്ങനെ വിടർന്ന ആ പ്രേമത്തിൻ്റെ ഭാവത്തിൽ കണ്ണിങ്ങനെ വിടർന്നിങ്ങനെ വലുതായി ചിരിച്ചുകൊണ്ട്. രണ്ട് വിധത്തിലുണ്ട്. ചിലപ്പോൾ നെഗറ്റീവായിട്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ആരെങ്കിലും തെറ്റിയോ എന്തെങ്കിലും വിഷമത്തിലൊക്കെ ആയിരിക്കും അവരെ മുഖമൊക്കെ അങ്ങനെ വളറി ഇങ്ങനെ ദേഷ്യത്തിലിരിക്കും. പക്ഷേ ഇത് ആ പ്രേമം കൊണ്ട്, ആ സ്നേഹം കൊണ്ടുള്ള സന്തോഷം കൊണ്ട് ഇങ്ങനെ മുഖം മാറിയതുകൊണ്ട് ചിരിച്ച മുഖം, ജഗന്നാഥൻ്റെ ചിരിച്ച മുഖം അങ്ങനെ മാറി. ബലറാമനും അതേപോലെ കണ്ണിങ്ങനെ വലുതായി, ശരീരമൊക്കെ ഇങ്ങനെ തളർന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ കയറി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ എത്തി ആര്? നാരദമുനി. നാരദമുനി ഈ രൂപം കാണും, കൃഷ്ണൻ്റെ രൂപത്തിൽ കണ്ടോണ്ടേ കൃഷ്ണൻ വീണ്ടും തൻ്റെ രൂപം ശരിക്കും എടുക്കാൻ നോക്കുക. അപ്പോൾ കൃഷ്ണൻ നാരദമുനി പറയും, കൃഷ്ണ ബലറാമ, ഞാൻ കണ്ടു നിൻ്റെ ഈ ദിവ്യമംഗള രൂപം, വൃന്ദാവനത്തിലെ പ്രേമത്തിൽ നീ മൂഴ്കി നിൽക്കുന്ന ഈ രൂപത്തിനെ ഞാൻ കണ്ടു. ഇതേ രൂപത്തിൽ നീ ദയവായിട്ട് എല്ലാ കലിയുഗത്തിലെ ജനങ്ങൾക്കൊക്കെ നീ ദർശനം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും നാരദമുനി. അപ്പോൾ കൃഷ്ണൻ പറയും, ശരി തഥാസ്തു പറയും. ഭഗവാൻ പറയും, അപ്പോൾ ഞാനിങ്ങനെ കലിയുഗത്തിൽ ജഗന്നാഥ്, ബൽദേവ്, സുഭദ്ര ഞങ്ങൾ മൂന്ന് പേരും കലിയുഗത്തിലുള്ള ജനങ്ങളെയൊക്കെ ഉദ്ധാരണം ചെയ്യാൻ വേണ്ടി ഈ പ്രേമസ്വരൂപത്തിൽ, അത്യന്തമായ അപാരമായ കാരുണ്യത്തിൽ, അപാരമായ പ്രേമത്തിൽ, എല്ലാവർക്കും പ്രേമം കൊടുക്കുന്ന ഈ രൂപത്തിൽ ഞങ്ങളിങ്ങനെ വിഗ്രഹമായിട്ട് അവിടെ ദർശനം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ജഗന്നാഥനും ബലദേവനും സുഭദ്രയും വൃന്ദാവനത്തിലെ പ്രേമത്തിൽ മുഴുകിയിട്ട് അവരെ കൈയും കാലും ഇങ്ങനെ അകത്തോട്ട് പോയി. അങ്ങനെയായി. പിന്നീട് കൃഷ്ണൻ്റെ ലീലയൊക്കെ കഴിഞ്ഞ സമയത്ത് അത് വേറെ സ്റ്റോറി, അത് വലിയ സ്റ്റോറിയാണ്. എങ്ങനെ കൃഷ്ണ ഒരു മരം കിട്ടിയ മരത്തിൽ നിന്ന് എങ്ങനെ കൊത്തിയെടുത്തു എന്നുള്ളൊക്കെ സ്റ്റോറി നമ്മൾ നാളെ ബാക്കിയുള്ള ഇതിൻ്റെ ജഗന്നാഥിൻ്റെ ബാക്കി വേറെ എന്തൊക്കെ ലീലകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള ജഗന്നാഥിൻ്റെ ലീലകൾ നമ്മൾ നാളെ വീണ്ടും ഇതിന് ചർച്ച ചെയ്യാം, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. അങ്ങനെയാണ് ഭഗവാൻ ജഗന്നാഥ് അവിടെ കൃഷ്ണനും ബലറാമനും ഈ രൂപം ഇങ്ങനെയാണ് എടുത്തത്. ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്ര മഹാറാണി കീ ജയ്. जगन्नाथ वृंदावन लीला की जय. श्रील प्रभुपाद की जय. गौर प्रेमानंदे हरि हरि बोल.